വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:72, 73, 74 ഇതാ ഉടമ്പടിയുടെ ഫലങ്ങളാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാൻ. അപ്പോൾ വാഗ്ദാനം ചെയ്തത് എന്ത് വഴിയാണ്? ഉടമ്പടി വഴിയാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാരുണ്യം നിവർത്തിക്കാൻ. 73, നമ്മുടെ പിതാവായ എബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാൻ. 74, ശത്രുക്കളുടെ കൈകളിൽ നിന്നും വിമോചിതരായി. അപ്പോൾ ഈ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരാകാനുള്ളത് ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കേട്ടോ ഉടമ്പടിയിൽ പുരോഗമിക്കാൻ. കാരണം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരാകാനുള്ള ഉപാധികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനത്തിലുള്ളതാണ്. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉടമ്പടി എടുക്കണം, വിമോചിതനാകും. എന്തെല്ലാം ശത്രുക്കളാണ്? എന്തെല്ലാം ആത്മീയ ജീവിതത്തിൽ ശത്രുക്കളുണ്ടല്ലേ, ഭൗതിക ജീവിതത്തിൽ ശത്രുക്കളുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ജീവജാലങ്ങളും ഇവിടെ ശത്രുതയിൽ നിന്ന് മോചനം പ്രാപിക്കണില്ല എന്നുള്ളത് സത്യമായ ഒരു വിഷയമാണ്. ഇപ്പോൾ വലിയ കടുവയെ വരെ സിംഹം ഓടിച്ചിട്ട് കൊല്ലും. കടുവ അല്ലെങ്കിൽ പുള്ളിപ്പുലി പലക്കാണ്. അത് പുള്ളിപ്പുലി ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും കൊല്ലും. പക്ഷേ പുള്ളിപ്പുലിയെ സിംഹം ഓടിച്ചിട്ട് കൊല്ലും. അപ്പം നമ്മളൊക്കെ സിംഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജീവജാലങ്ങളിൽ ശക്തിയുള്ളത്. പക്ഷെ സിംഹത്തിൻ്റെ മരണം നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കടന്നൽ ഓടി വന്ന മുളി വന്ന സിംഹം 4 കാലേ വീണ് ഓടണ കാണാം. കടന്നല് സിംഹത്തിൻ്റെ ശത്രുവാണ്. പക്ഷെ കുഞ്ഞു സാധനമാണ്. ഈ ജഡയുടെ കത്ത് കയറി അവൻ ബാങ്കറിൻ്റെ അകത്ത് ബോംബിടണ പോലെ ഈ ജഡയുടെ കത്ത് കയറി തൊലിയോട്ട് കുത്തും. പിന്നെ സിംഹത്തിന് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് കടന്നലെ കാണുമ്പോൾ സിംഹം 4 കാലം വീണ് ഓടും. ദാറ്റ് മീൻസ് സിംഹത്തിന് വരെ ചെറിയ ജീവികൾ ഇവിടെ ശത്രുതയാണ്. അപ്പോൾ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. അത് ഉടമ്പടിയുടെ ആ അടിസ്ഥാനത്തിലാണ്. എന്താണ്? അതിനുള്ള കാരുണ്യം ദൈവം തരും. അതാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ലൂക്ക 1:74 വായിച്ചില്ലേ? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. പിന്നെന്താ? നിർഭയം. 1:75 വിശുദ്ധ ലൂക്ക. ഉടമ്പടിയുടെ ഫലങ്ങളാണിതൊക്കെ. നിർഭയം, പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നൽകാനുമായിട്ടാണിത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അനുഗ്രഹം എന്ന വാക്ക് അവിടെ വരുന്നുണ്ട് 75-ാമത്തെ വാക്കായിട്ട്. എന്തിനുള്ള അനുഗ്രഹമാണ് ഉടമ്പടി തരണത്? ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്. എന്തിനുള്ളതാണത്? ഒന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ എന്തിനാണുള്ളത്? നിർഭയം. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, ഭയമില്ലാതെ ജീവിക്കണം. ഭയമില്ലാതെ. കാര്യം കാലങ്ങൾ ഓരോന്ന് മാറി മാറി വരുമ്പോൾ ഭയം കൂടിക്കൂടി വരണ പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ? അമ്മമാർ വരെ അർത്ഥനഗ്നരായ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തിൽ ചിത്രം വരപ്പിച്ച് പൊതുജനങ്ങളെ അത് കാണിക്കുമ്പോൾ അവിടുത്തെ മതിലാരാ? അമ്മയുടെ മുതുകാണ് മതിൽ, അല്ലെങ്കിൽ ശരീരം. അപ്പം ജനങ്ങളും അത് കണ്ടു. അപ്പം കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി അവരുടെ നിഷ്കളങ്കതയുടെ നേരെ നഗ്നത ഒരു വിജയം വരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാലഘട്ടത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ശരിക്കും. അതിന് വേറെ എന്തെല്ലാം രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാലും
അടിസ്ഥാനപരമായും മനുഷ്യൻ ശരീരത്തിലുള്ളിടത്തോളം കാലം ശരീരമായ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താണ് സമൂഹം സാംസ്കാരികമായ ഉന്നമനം പ്രാപിക്കുന്നത്. അതിനെതിരെ മനുഷ്യൻ്റെ കുഞ്ഞു മനസ്സിനെ തന്നെ അലോസരപ്പെടുത്തുമ്പോൾ ശരിക്കും ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന പോലെയാണ്. എവിടെയൊക്കെ ഒരു സെക്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കാര്യം അതിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അവർ സൃഷ്ടിച്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു ലോകം നാളെ നമ്മുടെ മനുഷ്യരാശിയെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭയങ്ങളുണ്ടാകും. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭയം. അതിനൊക്കെ എന്നാ നീതീകരണമൊക്കെ പറഞ്ഞാലും ഭയം ഭയമായി തന്നെ നിൽക്കും. കാര്യം ഞങ്ങളെ കുടുംബത്തിൽ എല്ലാവരും നഗ്നരായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നൊക്കെ നമ്മളൊക്കെ പറയാം. ഒക്കെ കേൾക്കാനൊക്കെ സുഖമുണ്ടെങ്കിലും ഈ മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സംഭവം, ഈ മൃഗങ്ങൾ സാരി ഉടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഈ നിക്കർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തടസ്സം എന്ന് പറയണത്, തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണത്. ഫസ്റ്റ് വരണത് ഈ വസ്ത്രത്തിലാണ് വരണത്. വസ്ത്രം മാറ്റിയ നമ്മളും അവരും തമ്മിൽ സ്വഭാവത്തിൽ വലിയ പലരുടെയും കാട്ടായങ്ങൾ കാണുമ്പോൾ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നണില്ല. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തെ എങ്ങോട്ട് പോകും? നമ്മുടെ മനുഷ്യത്വം, മാനവികത എന്ന് പറയണത് എന്താണ്? മാനവികതയും മൃഗീയതയും തമ്മിലുള്ള അതിർവരമ്പുകളുടെ അത് ലോലമായി കൊണ്ടുപോകുന്നത് ഒരു ഭയത്തിന് കാരണമാണ്. പക്ഷേ ഇവിടെ നിർഭയത്വം ഉണ്ടാകണം. അപ്പം ഭയപ്പെടുത്തുന്ന എല്ലാ നരകീയ അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യ കാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. ഓ ദിവ്യ കാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമ്മൾക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഏതാണ്? ഉടമ്പടി. ഉടമ്പടിയിലൂടെയാണ് ഇപ്പോൾ വിശുദ്ധ ലൂക്ക 1:74-75 പ്രകാരം നമ്മൾ വിശുദ്ധിയിൽ നിർഭയം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ദൈവത്തിന് നീതിയിൽ ശുശ്രൂഷ ചെയ്യണത്. സക്കറിയ പുരോഹിതൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള പ്രവചന ഗീതമാണിത്. സക്കറിയയുടെ ഗീതമാണിത്. സക്കറിയയുടെ ഗീതത്തിൽ ഒരു പുരോഹിതൻ എന്തായിരിക്കണമെന്ന് സക്കറിയയ്ക്കൊരു വിവക്ഷയുണ്ട്. എന്താണ് വിവക്ഷ? അതായത് പരിശുദ്ധി ഉണ്ടാകണം, നീതി ഉണ്ടാകണം, ശുശ്രൂഷ നിർഭയമായിരിക്കണം. ശുശ്രൂഷ നിർഭയമായിരിക്കണമെന്ന് പറയുമ്പോൾ ആ നിർഭയത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു വിഷയം, വിശ്വാസമില്ലാത്ത ഒരു നിർഭയത്വം ഇന്ന് പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക മുഖമുദ്രയായിട്ട് കാണുന്നുണ്ട്. വിശ്വാസം ഇല്ലാത്തതല്ല, കുറഞ്ഞ ഒരു സൈദ്ധാന്തിക വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു നിർഭയത്വം സഭയുടെ ബാധ്യതയായി വരുന്നുണ്ട്. അത് സക്കറിയ പുരോഹിതത്തിൽ നിന്ന് വരണതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യ കാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം
സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. എൻ്റെ പേര് രജിത. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. ഞാനിവിടെ 2025 ഏപ്രിൽ 13 ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് വയറുവേദന ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾ വയറുവേദന പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദന മാറി. വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും വയറുവേദന പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ 3 തവണ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ എത്രയും വേഗം കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എനിക്ക് ഇരട്ട കുട്ടികളാണ്. ഹസ്ബൻഡ് ജോലി സ്ഥലത്തായിരുന്നു. എനിക്കൊരു ചേട്ടൻ വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ചു തന്നു. ഞാൻ ആ ഓട്ടോയിൽ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചു. ഈ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ഡോക്ടർ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. റിപ്പോർട്ടൊക്കെ വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരോട് എത്രയും വേഗം ഒരു ആംബുലൻസിൽ കുഞ്ഞിനെ ICHൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ കൂടെ ആരുമില്ല, ഞാനും ഈ 2 മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചാണ് വന്നത്, എൻ്റെ മക്കൾ ചെറിയ ഈ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് നിന്ന് വരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡ് വരാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ തന്നെ ആംബുലൻസ് വിളിക്കും. ആരെങ്കിലും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും വീടിനടുത്തുണ്ടെങ്കിലും എത്രയും വേഗം ഇവിടെ എത്താൻ പറയാൻ പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. പക്ഷേ മാധവന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വേഗം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കുട്ടി വേഗം തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ഓടിയെത്തി. ഞങ്ങളങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ആംബുലൻസിൽ ICHൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും എമർജൻസി സർജറി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് സർജറി തന്നെ വേണം, ഒന്നും കൂടി സ്കാൻ ചെയ്യാം. ഞാനൊരു ഡോക്ടർക്ക് സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്നു. ഞങ്ങൾ വീണ്ടും കുഞ്ഞുമായിട്ട് സ്കാനിങ് റൂമിലേക്ക്, അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സ്കാനിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ ഒരു അരമണിക്കൂറിനുള്ളിലേ വരുള്ളൂ, ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ, ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് അവിടെ പ്രാർത്ഥനയോടെ നിന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് അതിനുള്ളിൽ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി തിരിച്ച് ഞങ്ങൾ വന്ന് നിന്നപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് സ്കാൻ ചെയ്തു. അവിടെയും 2 തവണ സ്കാൻ ചെയ്തിട്ട് എൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ റിപ്പോർട്ടും എല്ലാം വാങ്ങി നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഒരു 10 മിനിറ്റ് വീണ്ടും പുറത്ത് നിൽക്കണം, ഞങ്ങളുടെ സീനിയർ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടറും കൂടി വന്ന് കുഞ്ഞിനെ ഒന്ന് സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് പേടിയായി. കാര്യം എന്തോ ഇത്രയ്ക്കുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ വീണ്ടും സ്കാനിങ് റൂമിൻ്റെ വെളിയിലോട്ട് വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും ഹസ്ബൻഡും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോലും കണ്ടില്ല സ്കാനിങ് റൂമിൻ്റെ ഒരു സ്റ്റീൽ സ്റ്റാൻഡിൽ എൻ്റെ കുഞ്ഞ് ഓടിച്ചെന്ന് ഞാൻ പിടിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മതേ മാതാവിൻ്റെ മാല കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കൊന്ത തൂങ്ങിക്കിടക്കുന്നു. ശരിക്കും ആ മെഡിക്കൽ കോളേജിൻ്റെ ആ സ്റ്റാൻഡിൽ അങ്ങനെ ഒരു സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും വേഗം കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഇവൾ അതെടുത്ത് ഉമ്മ വെച്ചു, വയറിൽ വെച്ചു. ഞാനും അപ്പോൾ അതിൻ്റെ ഒരു രൂപത്തിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഗ്രേ കളറിൽ ഈ മാതാവിനെ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു അത് മാതാവിൻ്റെ രൂപം തന്നെയാണ് അതിനകത്തുള്ളതെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൽ വെച്ച് അപ്പോൾ എനിക്കൊരു സമാധാനമായി, എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന സമയത്ത് വീണ്ടും കുഞ്ഞിനെ സ്കാൻ ചെയ്യാനുമായിട്ട് വിളിച്ചു. സീനിയർ ഡോക്ടർ വന്നു. ഡോക്ടർ വേഗം തന്നെ വീണ്ടും സ്കാൻ ചെയ്തു. പിന്നെയും സ്കാൻ ചെയ്തു. 5-6 തവണ തന്നെ സ്കാൻ ചെയ്തു. എന്നിട്ട് എന്നെ നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ആ റിസൾട്ട് എടുത്ത് കാണിച്ചു. എൻ്റെ ഫോണിൽ കുറേ ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതും കാണിച്ചു. ഡോക്ടർ എന്നിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു കുഞ്ഞിന് സർജറി ഒന്നും വേണ്ട, ഞാൻ നോക്കിയിട്ട് ഒരു സർജറിക്കുള്ള ഒരു ഇതും കാണുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർ കുഞ്ഞിൻ്റെ കുടലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നെന്നാണ് റിപ്പോർട്ടിൽ തന്നേക്കുന്നത്. അത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ കാണുന്നില്ല. കാര്യം കുടലുകൾ തമ്മിൽ ഒട്ടിയ കുഞ്ഞിന് എമർജൻസി സർജറിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുഞ്ഞിൻ്റെ കുടലുകൾക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, കുഞ്ഞ് ഓക്കെയാണ്, വേറെ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ച്. അതെനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാര്യം
മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ ഞാൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേനും ഉപ്പും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആണെങ്കിലും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒരു സർജറിയിൽ നിന്ന് ഈ പിഞ്ചു കുഞ്ഞിനെ എന്നെയും സന്തോഷത്തോടെ തിരിച്ചു പോരാനായിട്ട് രാത്രി 12 മണിയൊക്കെയായി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നപ്പോഴത്തേക്കും അത് മാതാവിന് എന്നിൽ ചൊരിഞ്ഞ കൃപയാണ്. മാതാവിന് തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം, ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുമായിരുന്നു. നേരത്തെ എപ്പോഴും ഞാൻ യൂട്യൂബിൽ റീൽസ് കാണുന്ന ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും സാക്ഷ്യം കേൾക്കാനാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ വേഗം കുഞ്ഞുങ്ങൾ കളരിയിൽ പോകുന്നുണ്ട്. ഇവരെ രാവിലെ വിട്ട് ഹസ്ബൻഡും പോയി കഴിയുമ്പോൾ വേഗം വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും. കുറേ സാക്ഷ്യങ്ങൾ കേട്ടിരുന്ന കരയും. എന്നിട്ട് ഹസ്ബൻഡ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ കേട്ടതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ സാക്ഷ്യങ്ങൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ ചിലരൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ, എല്ലാം സത്യമാണോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി ഒന്നും പറയില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറിയതൊന്നല്ല, ഒരു വലിയത് തന്നെ. അവിടെ നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത വിലയുള്ള ഒരു മെഷീൻ ചെറിയൊരു അശ്രദ്ധ മൂലം അതിനൊരു തകരാറ് സംഭവിച്ചു. അതൊരു വലിയ പ്രശ്നമായിരിക്കും. നമ്മളെ കൊണ്ട് കൂട്ടാൻ പറ്റാത്തൊരു, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു വലിയൊരു ഇതാണ്. ഞങ്ങൾക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടായി. എന്നോട് പറഞ്ഞു അതൊരിക്കലും ശരിയാകത്തില്ല, അത് റെഡിയാക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, ഞാൻ ആകെ വിഷമത്തിലാണ്, എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, 2-3 ദിവസം, അതെപ്പോഴും സ്റ്റാർട്ടാക്കുന്നൊരു മെഷീനല്ല. അപ്പോൾ എനിക്കത് ഇനിയൊരു അവസരം വരുമ്പോഴത്തേക്കും ഞാനത് എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ആകെ മനസ്സ് മരവിച്ചൊരു രീതിയായിരുന്നു. ഞാൻ വേഗം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞാൻ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ഇത് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതിട്ടിട്ട് മാതാവിൻ്റെ കാശ് രൂപവും ഞാൻ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് മുറുകെ പ്രാർത്ഥിക്കണം, മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ മാതാവ് കൈവിടില്ല, നമ്മുടെ കൂടെ ഉണ്ടാകും, എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ട് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തോ അത് ചെയ്തപ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം തോന്നി, നല്ലൊരു ആശ്വാസം തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ എങ്കിലും ഇത് ഓണാക്കുന്ന ഒരു ടെൻഷൻ മനസ്സിലേറി ഞങ്ങൾ ദിവസങ്ങൾ തള്ളി നിൽക്കണം, എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ദിവസം വരണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ആ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ അടച്ചു വെച്ചിട്ട് വേഗം അങ്ങോട്ടോടി അവിടെ ചെന്ന് ഒരു ജൂനിയറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, എന്തും വരട്ടെ എന്ന് കരുതി ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ ആ മെഷീൻ പഴയതുപോലെ തന്നെ അത് പ്രവർത്തിച്ചു. അതെങ്ങനെയാണോ നേരത്തെ ഓടിയിരുന്നത് അതുപോലെ തന്നെ. അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നോട് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം അത് എൻ്റെയും കൂടി വിശ്വാസമായി, ഇപ്പം എനിക്ക് ഒരുപാട് വിശ്വാസമായി. എനിക്ക് മാതാവ് എന്നെ വിശ്വസിപ്പിച്ചു തന്നൊരു കാര്യമാണത്. അങ്ങനെ രണ്ടാമത്തെ കാര്യവും എനിക്ക് മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു. മൂന്നാമത് ഇന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ദിവസമാണ്, അത് തീർക്കേണ്ട ദിവസമായിരുന്നു. എനിക്ക് ഈ മാസം 30-ാം തീയതി മാത്രമേ ഉള്ളെന്ന് ഓർത്താണ് ഞാനിരുന്നത്. 31 ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ഇവിടെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയാറുണ്ടെങ്കിലും എനിക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 30-ാം തീയതി എനിക്ക് പൈസ വേണ്ടതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മാതാവ് എനിക്കത് സാധിച്ചു തരണം, എനിക്ക് വേറെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെറുതെ പോയി കലണ്ടറിൽ ഒരു പേന എടുത്ത് 30-ാം തീയതിയിൽ ഒരു റൗണ്ട് ഇട്ട് രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് സാധിച്ചു തരണേ. പക്ഷേ ഈ 31 ഉണ്ടെന്ന് പോലും ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് സമാധാനത്തിനായി 25-ാം തീയതി തന്നെ ഗിരീഷേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് ആ പൈസ നേരത്തെ തന്നെ ഗിരീഷേൻ്റെ കയ്യിൽ കൊടുത്തയച്ച് എൻ്റെ ആ ബാധ്യത എനിക്ക് നേരത്തെ തന്നെ മാതാവ് എനിക്ക് തീർത്തു തന്നു. അതിനും മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിക്കാനുള്ള ഇല്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഏതൊരു വ്യക്തിയെ ഒരു സഹായം ചോദിച്ചാലും എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്ന പൈസയാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഇപ്പോഴത്തെ കാര്യം കാണട്ടെ എന്ന് കരുതി ഞാനത് കൊടുക്കാറുണ്ട്.
പിന്നെ കുട്ടികളില്ലാത്തവരോടും സങ്കടങ്ങൾ പറയുന്നവരോടും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം തന്നെയാണ്. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും മാറ്റിത്തരും. മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എൻ്റെ അനുഭവമാണ്, എൻ്റെ കുഞ്ഞും ഞാനും കൂടി അനുഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ചുരുക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും യേശുപ്പനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നീതു, എൻ്റെ വീട് കണ്ണൂരാണ്. പക്ഷേ ഞാനിപ്പം സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 28/2/2024 കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഠിനമായ രോഗങ്ങളെയും നേരിട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മൂലവും എനിക്ക് ജർമ്മനിയിലോട്ട് പോകുവാനുള്ള വിസയുടെ തടസ്സങ്ങൾ മൂലവുമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നത്. എൻ്റെ ഒരു കസിൻ്റെ ഇൻഫർമേഷൻ കൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എത്തിയത്. ഞാൻ ഉടമ്പടി എടുത്ത് 28/2/2024 ഉടമ്പടിയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിക്കുകയും തന്മൂലം 14/3/2024 എനിക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു പ്രീ അപ്രൂവൽ വിസ വരികയും 25/2/2024 എൻ്റെ കയ്യിൽ എനിക്ക് ജർമ്മനിയിലോട്ട് പോകുവാനുള്ള വിസ കയ്യിൽ അടിച്ചു കിട്ടുകയും ചെയ്തു. ഇതിനുവേണ്ടി ഞാൻ ഡെയിലി മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ ഡെയിലി ഇടവിടാതെ ഡെയിലി പ്രാർത്ഥിക്കുകയും കൂടുകയും ചെയ്തു. ജോസഫ് അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. എനിക്ക് അഥവാ ചൊവ്വാഴ്ച എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാനുള്ള ഒരു പരീക്ഷ എനിക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് എഴുതുന്ന പരീക്ഷ പോലെ തന്നെ തിയറിയും പ്രാക്ടിക്കലും വൈവയുമുണ്ട്. ഈ പരീക്ഷകളിൽ നമുക്ക് സ്പോട്ടായിട്ടാണ് പ്രാക്ടിക്കൽ തിയറി എക്സാമുകൾ സാധാരണ നമ്മൾ എഴുതേണ്ടത്. പക്ഷേ അവിടെ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പ്രാക്ടിക്കലിൻ്റെയും തിയറിയുടെയും ഇൻഫർമേഷൻ ഒരു ദിവസം മുന്നേ കിട്ടുകയും അതിലൂടെ എനിക്ക് ആ പ്രാക്ടിക്കലിൻ്റെ എക്സാം പരീക്ഷയിൽ വിജയം കൈവരിക്കുവാനും കഴിഞ്ഞു. പരീക്ഷകളുടെ മുൻപ് തന്നെ ഞാൻ ഉപ്പും ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലവും യൂസ് ചെയ്തിരുന്നു. ഡെയിലി പരീക്ഷയ്ക്ക് പോയ അന്ന് ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഹാളിൽ വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ വിതറുകയും പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാക്ടിക്കൽ അന്ന് തന്നെ ജയിക്കുകയും സാധാരണ അത് പ്രാക്ടിക്കലിൻ്റെ എക്സാം അന്ന് പബ്ലിഷ് ചെയ്യാത്തതാണ്. നമ്മുടെ വൈവേ കഴിഞ്ഞിട്ടാണ് സാധാരണ പബ്ലിഷ് ചെയ്യാറ്. പക്ഷേ എൻ്റെ അവസരത്തിൽ എനിക്ക് അന്നത്തെ ദിവസം തന്നെ ആ റിസൾട്ട് അറിയാൻ കഴിയുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. പിന്നീടുള്ള വൈവേ പരീക്ഷകളിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടത്തെ പോലെ ഇംഗ്ലീഷിലല്ല അവിടെ സംസാരിക്കേണ്ടതും ഉത്തരം പറയേണ്ടതും ജർമ്മൻ ഭാഷയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പോയിട്ട് 1 വർഷമായതേ ഉള്ളൂ, സംസാരിക്കാനൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാകണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്കൊരു ഉത്തരവും എനിക്ക് ആ ക്വസ്റ്റ്യൻ പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു 5-10 മിനിറ്റോളം എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാനല്ലാതെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആലോചിക്കാനോ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ട് 15 മിനിറ്റ്സ്. പക്ഷേ ആ സമയത്ത് ഞാൻ ദൈവമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയാണ് കൂടുതൽ ചെയ്തത്. ഞാൻ ഉത്തരത്തെപ്പറ്റി ആലോചിക്കാൻ ഒത്തിരി സമയം എടുത്തിട്ടില്ല. പ്രാർത്ഥന വിശ്വാസപ്രമാണമാണ് ആ സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. ആ പരീക്ഷ ഹാളിലും ഞാൻ ഉപ്പ് കൊണ്ടുപോവുകയും ആ പരീക്ഷ റൂമിൽ ഞാൻ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വിതറുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പക്ഷേ പെർഫോം ചെയ്തത് വളരെ മോശമായ രീതിയിലായിരുന്നു. അധ്യാപകരുടെ മുന്നിൽ ഞാൻ വളരെ മോശമായിട്ടാണ്, എനിക്ക് ആ ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ വായിൽ നിന്ന് വാക്കുകളെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ, പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ ഞാൻ ആ പരീക്ഷയിലും വിജയിക്കുകയാണ് ചെയ്തത്. ഞാൻ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അലമുറയിട്ട് കാറിക്കൊണ്ടാണ് ഇറങ്ങി വന്നത്. എല്ലാവരും കണ്ടു. അധ്യാപകരൊക്കെ ഓടി വരികയുണ്ടായി, എന്നോട് പറഞ്ഞു വെള്ളം വേണോ, വീഴുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. കാരണം
ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വെറും 2 പ്രാവശ്യമാണ് നമുക്ക് എഴുതാൻ പറ്റുക. ആ 2 പ്രാവശ്യത്തിൽ നമ്മൾ അറ്റംപ്റ്റിൽ ജയിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇന്ത്യക്ക് കയറി വരണം. ആ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായി. ഞാൻ ഒത്തിരി പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് മുട്ടയെ കുത്തി നിന്ന് ഞാൻ അരമണിക്കൂർ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചു. പരീക്ഷ പാസ്സായിട്ടാണ് ഞാനിവിടെ ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരിക്കൽ നമ്മുടെ ജർമ്മനിയിൽ നമുക്ക് അറിയാം, നമുക്ക് എവിടെ പോയാലും ബസ്സിലാണേലും ട്രെയിനിലാണേലും നമുക്ക് ടിക്കറ്റ് വേണം. പക്ഷേ ജർമ്മനിയിൽ എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് 1 മാസം കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് ഓരോ മാസമാണ് അവിടെ ടിക്കറ്റ് എക്സ്പയറി ആവുക. നമുക്കൊരു മാസത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ആ ടിക്കറ്റ് എക്സ്പയറി ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ എക്സ്പയറി ആയ ടിക്കറ്റ് വെച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. TTR എന്നെ പിടിച്ചു. പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം മനസ്സിൽ ചൊല്ലിയിട്ടാണ് TTRൻ്റെ അടുത്തേക്ക് ചെന്നത്. കാരണം എനിക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടത്തെ പോലെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. TTRൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കുകയും TTR എൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, പുതിയതാണോ എന്ന് ചോദിച്ചു. പുതിയതാണെന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഇനി മേൽ ഇത് ആവർത്തിക്കരുത്, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞ് എന്നെ വാൺ ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. സാധാരണ നമുക്കറിയാം ടിക്കറ്റ് ഇല്ലാതെ TTR പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെനാൽറ്റി കിട്ടും. അവിടുത്തെ ഒരു മിനിമം പെനാൽറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൈസ ഒരു 6000 രൂപയാണ്. അത്രയും പെനാൽറ്റി കിട്ടേണ്ട ഒരവസരത്തിൽ നിന്ന് എൻ്റെ മാതാവ് രക്ഷിക്കുകയുണ്ടായി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എക്സാമിന് പോകുന്നതിന് മുൻപ് ഉപ്പും തൈലവും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും അവരുടെ പരീക്ഷയ്ക്ക് മുൻപേയും കൊടുക്കുകയുണ്ടായി. തന്മൂലം അവരും എല്ലാ പരീക്ഷകളിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവുകയും ചെയ്തു. അതുപോലെ എക്സാമിൻ്റെ തലേ ദിവസത്തെ എക്സാമിൻ്റെ ആ വീക്ക് എനിക്കൊരു എല്ലാ എക്സാമും കിട്ടിയത് വ്യാഴാഴ്ചയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിന് മുൻപ് എനിക്ക് മഴവില്ല് സാക്ഷ്യമായിട്ട് കാണാൻ സാധിച്ചു. ഉടമ്പടി ധ്യാനം കൂടി വൈകുന്നേരം ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം എനിക്കും തരാമോ, എല്ലാവരും ചോദിക്കുന്ന പോലെ എനിക്കും ഒരു അടയാളം നീ തരാമോ എന്ന് ഞാൻ ചോദിക്കുകയും സഡനായിട്ട് തന്നെ ഒരു മഴവില്ല്, അത് ഞാൻ ഒരു അരമണിക്കൂറോളം എനിക്ക് ആ മഴവില്ല് കാണാൻ സാധിക്കുകയും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ പത്രം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷമാണ്. അന്നേരം പത്രം മേടിച്ച് കുറേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജർമ്മനിയിലായതുകൊണ്ട് എനിക്ക് പത്രം കിട്ടാൻ വളരെ പാടാണ്. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പത്രങ്ങൾ ഒരു ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയും അത് ഞങ്ങളുടെ അവിടെയുള്ള മലയാളി കുടുംബങ്ങൾക്ക് മലയാള പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പള്ളികളിൽ ഞാൻ പോകാറുണ്ട്. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. പള്ളികളിൽ നമുക്ക് ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് മലയാളം കുർബാനയൊന്നും കിട്ടാറില്ല. ഇംഗ്ലീഷ് കുർബാന മന്ത്ലി കിട്ടാറുണ്ട്. അത് ഞാൻ മാക്സിമം എന്നാണോ ആ കുർബാന വെക്കാറ് അന്ന് ഞാൻ പോയി കൂടാറുണ്ട്. പിന്നെ ഓൺലൈനിൽ കുർബാന കൂടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. സൺഡേകളിൽ ഞാൻ എല്ലാ ദിവസവും കൂടാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ആവുന്ന ദിവസം നോക്കി ഞാൻ ഞായറാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ആ കുർബാന കൂടി തീർക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോപ്പിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയരുവാനും ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ എനിക്ക് മാത്രമല്ല എന്നിലൂടെ എൻ്റെ കുടുംബത്തിലും എന്നിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.